ശബരിമല തീർത്ഥാടന കാലത്ത് ഇടത്താവളമായ ഏറ്റുമാനൂരിൽ എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കുമെന്ന് മന്ത്രി വി.എൻ. വാസവൻ. തിരക്കനുസരിച്ച് ഏറ്റുമാനൂരിൽ നിന്ന് പമ്പയിലേക്ക് KSRTC കൂടുതൽ ബസ് സർവീസുകൾ ആരംഭിക്കുവാൻ മന്ത്രിയുടെ നിർദ്ദേശം. ഒരുക്കങ്ങൾ വിലയിരുത്താൻ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഏറ്റുമാനൂരിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. തീർത്ഥാടനകാലം സുഗമമാക്കുന്നതിനായി എല്ലാ വകുപ്പുകളും യോജിച്ച് പ്രവർത്തിക്കണമെന്ന് അവലോകന യോഗത്തിൽ മന്ത്രി വി.എൻ. വാസവൻ നിർദ്ദേശിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഏറ്റുമാനൂർ എക്സെഷൻ കൗണ്ടറിൽ സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ഡോക്ടറെ കൂടി നിയമിക്കണം. കൗണ്ടർ വൈകിട്ടും തുറന്നു പ്രവർത്തിക്കണം. തിരക്കനുസരിച്ച് ഏറ്റുമാനൂരിൽ നിന്നും പമ്പയിലേക്ക് KSRTC കൂടുതൽ ബസ് സർവീസുകൾ നടത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. നമുക്ക് പിന്നിട്ട വർഷത്തിൽ ഒരു കുറവും കൂടാതെ എത്തിച്ചേർന്ന മുഴുവൻ തീർത്ഥാടകർക്കും ദർശനം ഉറപ്പാക്കാനും റിക്കാർഡ് സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ തീർത്ഥാടനം നടന്നത്. 53,60,000 രജിസ്റ്റർ ചെയ്തത്, അല്ലാത്തത് വേറെയും. അതുപോലെ തന്നെ ഈ പ്രാവശ്യം നമുക്ക് മാറ്റി തീർക്കണം. അതേപോലെ തുടർന്ന് നമുക്കിപ്പോൾ മുൻകൂട്ടി നമ്മൾ ഈ പ്രാവശ്യം ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ പശ്ചാത്തല വികസന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ മുൻകൂട്ടി നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തു. അത് റോഡിൻ്റെ വികസനം. ഇപ്പോൾ ശബരിമലയ്ക്കുള്ള വിവിധ റോഡുകൾ പത്തനംതിട്ടയിൽ നിന്നുള്ളതായിരുന്നാലും എരുമേലിയിൽ നിന്നുള്ളതായിരുന്നാലും അപ്പുറത്ത് കുമളിയിൽ നിന്ന് വരുന്നതായിരുന്നാലും അത്തരം റോഡുകളൊക്കെ തന്നെ കാലയെക്കൂട്ടി ചെയ്യാൻ ഇടവന്നിട്ടുള്ളത് ആഗോള അയ്യപ്പ സംഘം നടക്കുന്ന ഘട്ടത്തിന് വേണ്ടി ഒരുക്കങ്ങൾ നടന്നു. പിന്നെ VVIP വിസിറ്റ് വന്നപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടന്നു. ഏറ്റുമാനൂർ ശ്രീ കൈലാസ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത്, ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ, ജില്ലാ പോലീസ് മേധാവി A. ഷാഹുൽ ഹമീദ്, നഗരസഭാ അധ്യക്ഷ ലൗലി ജോർജ്, വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ പങ്കെടുത്തു. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.